Welcome to Libu's Trucking Life. Feel me. ഹായ് നമസ്കാരം എല്ലാവർക്കും ലിബൂസ് ട്രക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബാക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ ഈ ബാക്കിംഗ് ചെയ്യാൻ പോകുന്ന സ്ഥലം നിങ്ങൾ കണ്ടു. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് അത്രയും സ്പേസ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് മെയിനായിട്ടൊരു പ്രശ്നം. അപ്പോൾ നമ്മുടെ ട്രക്കിന് ഓൾറെഡി വന്ന് 73 ഫീറ്റാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ബാക്കിംഗ് ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം അത്രയും കൂടെ സ്പേസ് ഫ്രണ്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിംഗ് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ അത്രയും സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യാൻ നോക്കുവാണ്. ഒരു 90 ഡിഗ്രിയിൽ ബാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇപ്പം നോക്കുന്നത്. എത്രത്തോളം ഇത് നടക്കും എന്നുള്ളതിനെ പറ്റി അറിയില്ല, ട്രൈ ചെയ്യുകയാണ്. കാരണം ഇവിടെ രണ്ട് സൈഡിലും ട്രെയിലർ ഓൾറെഡി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരേ ഒരു ഡോക്കാണുള്ളത്. ആദ്യം തന്നെ ഞാൻ കാണിച്ചിരുന്നല്ലോ, ആ ഡോക്കിലാണ് പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും വണ്ടി ഉള്ളത് കൊണ്ട് നമുക്കത്ര ഈസി അല്ല ഇവിടെ. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് കൂടെ ഉള്ളത്. അപ്പം പുള്ളിക്കാരൻ എൻ്റെ കോ ഡ്രൈവറാണ്. പുള്ളിക്കാരനാണ് അപ്പം ബാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശ്രമിച്ച് നോക്കാം ഇവിടെ പറ്റുമോ ഇല്ല എന്നറിയത്തില്ല. ഒത്തിരി പേര് ഇതിനു മുമ്പേ പറഞ്ഞൊരു കാര്യമായിരുന്നു, ബാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്ത് ഇടാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ബാക്കിങ്ങിന് എടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കുള്ളപ്പം ചെയ്യാൻ പറ്റത്തില്ല. ഇതിനു മുമ്പെല്ലാം ഞാൻ സോളോ ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് നാളായിട്ട് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം 2 പേരുണ്ട്. അത് കാരണം കൊണ്ട് കഴിഞ്ഞ ദിവസം സമയവും കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്നാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. അത് തന്നെയല്ല, നമ്മൾ വീഡിയോ ഒത്തിരി നാളായിട്ട് ഇപ്പം ചെയ്യാതിരിക്കുകയായിരുന്നു. വീണ്ടും ഒന്ന് കണ്ടിന്യൂ ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടു. അപ്പം ഈ ആഴ്ച ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇപ്പം ഇതിലേക്ക് നോക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ജാക്ക് നൈഫ് ആവുന്ന ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ സ്പേസ് ഇല്ല. സോ നമ്മൾ നോക്കുവാണ്, ട്രൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ അവിടെ എല്ലാം ട്രെയിലറാണ്. നമുക്കപ്പോൾ അവിടെ നിന്ന് ഇനിയും ട്രക്ക് നേരെ ആക്കിയിട്ട് അതിനകത്തോട്ട് കയറ്റാനുള്ള സ്പേസ് ഇല്ല. പല രീതിയിൽ നോക്കിയിട്ടും അത് വർക്ക് ആവുന്നില്ല. ഇതാണ് ഈ ബാക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ ഈ ട്രക്കിങ്ങിൻ്റെ ഫീൽഡിൽ നിൽക്കുമ്പം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ബാക്കിങ്. ബാലൻസ് നമ്മൾ ട്രക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത് ഈസിയാണ് ഞങ്ങളെ സംബന്ധിച്ച്, പക്ഷേ ബാക്കിങ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പോൾ പിന്നെ ആ ഒരു ബാക്കിങ് വിഷയം നമ്മൾ ട്രൈ ചെയ്ത് എത്ര ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഒന്ന് എക്സ്പീരിയൻസ് ആവുന്നതെന്ന് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നമുക്ക് ബാലൻസ് ഉള്ള ഒരു വണ്ടി ഓടിക്കുന്ന സ്ട്രെയിറ്റ് ട്രക്കോ അല്ലെന്നുണ്ടെങ്കിൽ കാറോ അതുപോലുള്ള കാര്യങ്ങൾ ഓടിക്കുന്ന പോലല്ല. ട്രാക്ടർ ആൻഡ് ട്രെയിലർ നമ്മൾ യൂസ് ചെയ്യുന്നവർ, നാട്ടിൽ ട്രാക്ടറൊക്കെ ഓടിച്ചിട്ടുള്ളവർക്കൊക്കെ കുറച്ച് അതിനെപ്പറ്റി എക്സ്പീരിയൻസ് ഉണ്ടാവും. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എപ്പോഴും നമുക്കിത് കട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എത്ര ടൈറ്റാണ്, നോക്കിയിട്ട് അവിടെ ഒന്നും നടന്നില്ല. നമ്മളിനി അടുത്തൊരു സ്പേസിൽ എന്നാൽ പിന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പോളിസി. അടുത്ത സ്പേസിൽ നമ്മൾ വന്നു, അവിടെ ഡോക്ക് ഉണ്ടായിരുന്നു. അവിടെ അപ്പം നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഇത് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, കുറച്ച് ഈസി ആയിട്ട് അവിടെ പാർക്ക് ചെയ്യാൻ ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സ്പേസ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയില്ലതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റിൽ വേറൊരു ഡോക്ക് ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി നമ്മൾ പാർക്ക് ചെയ്യുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് അവിടെ ബുദ്ധിമുട്ടി നോക്കിയിട്ട് പറ്റാഞ്ഞ്. പക്ഷേ തന്നെ ഇവിടെ വളരെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റി. കണ്ടോ, സിമ്പിളായിട്ട് അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ പാർക്കിങ്ങിന് ശേഷം നമുക്കിതെങ്ങനെയാണ് ഇത് ഒരു പ്രാവശ്യം വന്നിട്ട് നമ്മുടെ ഈ ഹുക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ എടുക്കുന്നതും എന്നുള്ളതുകൂടെ നമുക്ക് ഇതിനകത്ത് തന്നെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ പാർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്കവിടെ ഇവിടെ വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഈ ടാൻഡം നമുക്ക് മൂവ് ചെയ്യണം. അതായത് ടാങ്ക് എയർ റൈഡ് ചെയ്തിട്ട് അതിൻ്റെ ലോക്ക് എടുക്കാനായിരുന്നു ഇപ്പം ശ്രമിച്ചത്. അതിനുശേഷം ഇനിയിപ്പം ടാൻഡം മൂവിങ്, ഇതാണ് ടാൻഡം മൂവിങ് എന്ന് പറഞ്ഞാൽ. അതപ്പം ടാൻഡം മൊത്തം ബാക്കിൽ പോയിട്ട് വേണം നമ്മൾ ഡോക്കിലിടാൻ. ഇനി ഇതിനെ ഡോക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ട്രെയിലറിൻ്റെ പരിപാടി കഴിഞ്ഞു. അതിനുശേഷം ലാൻഡിങ് ഗിയർ ഡൗൺ ചെയ്യുക. നമ്മുടെ ട്രെയിലർ വന്നിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യുക. ട്രക്കിനെ വന്നിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതിനെ ഡിസ്കണക്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പം വന്നിട്ട് ടാൻഡമാണ് മൂവ് ചെയ്തു. നെക്സ്റ്റ് ഇനിയും വന്നിട്ട് നമ്മുടെ ലാൻഡിങ് ഗിയർ ഡൗൺ ചെയ്യുകയാണ്. എൻ്റെ കൂട്ടുകാരൻ വളരെ കഷ്ടപ്പെട്ട് കിടന്ന് പണി ചെയ്യുവാണ്. കണ്ടോ നിങ്ങൾ, ഇത്രയും പരിപാടികളൊക്കെ നമുക്ക് ഡ്രൈവേഴ്സിനുള്ള കഷ്ടപ്പാടെന്ന് പറയുന്നത് ഇതേ ഉള്ളൂ കേട്ടോ. ലാൻഡിങ് ഗിയർ ഡൗൺ ചെയ്തു. ഇവിടെ നിന്ന് നമ്മുടെ വന്നിട്ട് കിങ് പിൻ്റെ വന്നിട്ട് ലോക്ക് ഓൾറെഡി ഊരി.
നെക്സ്റ്റ് ഓസസും ഇലക്ട്രിക് ലൈനും അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എയർ ഡംപ് ചെയ്യും. അതായത് നമ്മുടെ ഇപ്പം നിൽക്കുന്ന ഈ ട്രെയിലർ നേരെ കുറച്ചുകൂടെ ഡൗൺ ആവും. അതിൻ്റെ എയർ ഡംപ് ചെയ്ത് കഴിയുമ്പോൾ ഡൗൺ ആവും. ഡൗൺ ആയതിനു ശേഷം നമ്മുടെ ലാൻഡിങ് ഗിയർ ക്ലിയർ ആയിട്ട് ഇരിക്കും. അപ്പോൾ ട്രക്കും ഇതിൽ നിന്നുമുള്ള കുറച്ച് ഒരു ഡിസ്റ്റൻസ് വരും. നമുക്കപ്പോൾ ഈസി ആയിട്ട് അതിനെ ഊരിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കണക്ട് ചെയ്തു. ഇനിയിപ്പം നമുക്ക് അടുത്ത ട്രെയിലർ ഇവിടുന്ന് പിക്ക് ചെയ്യാനുണ്ട്. ആ ട്രെയിലർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വരുന്നത്. ഇവിടെ വരിക, സെയിം മെത്തേഡ് നമ്മളോട് പോറ്റുക. കറക്റ്റ് നമ്മളതിനെ സ്ട്രൈറ്റ് ചെയ്തിട്ട് ബാക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി അത് പോയി അവിടെ പിന്നിൽ ലോക്കാവും, കിങ് പിന്നിൽ ലോക്കാവും. അതിനുശേഷം ലാൻഡിങ് ഗിയർ അപ്പ് ചെയ്യുക, ഹോസസ് കണക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നിടം വരേക്കും ബൈ. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.